നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ സൈബർ ആക്രമണം. ടെക്സസിൽ 24 പേർ മരിച്ച മിന്നൽ പ്രളയവുമായി ബന്ധപ്പെടുത്തിയാണ് മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങളും പരിഹാസങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. മുഖ്യമന്ത്രി യാത്ര തിരിച്ചുവെന്ന് അറിഞ്ഞതും പ്രളയമുണ്ടായി എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് ട്രോൾ എന്ന പേരിൽ നിറയുന്നത്. ജപ്പാനിൽ ദുരന്തമുണ്ടാകുമെന്നായിരുന്നു പ്രവചനമെന്നും എന്നാൽ പിണറായി അമേരിക്കയ്ക്ക് തിരിച്ചതോടെ ജപ്പാൻ രക്ഷപ്പെട്ടുവെന്നും ചിലർ ആക്ഷേപിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി വാങ്ങിയ ശേഷം വേണമായിരുന്നു മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സയ്ക്ക് പോകാനെന്ന പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുന്ന വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾക്കൊപ്പമുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിക്ക് വിദേശത്ത് ചികിത്സ വേണ്ട അസുഖമാണ് ബാധിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം തുടർ ചികിത്സക്കാണ് പോകുന്നതെന്നും മറ്റു ചിലർ വിശദീകരിക്കുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യം മോശമായതുകൊണ്ടല്ല മയോ ക്ലിനിക്കിലേക്ക് പോകുന്നതെന്നും ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്ന സ്ഥലം ആയതിനാൽ കേരളത്തിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് പോകുന്നതെന്നുള്ള കുറിപ്പുകൾ വൈറലാണ്. രാവിലെ 4 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യയും അമേരിക്കയിലേക്ക് പുറപ്പെട്ടത്. തുടർ ചികിത്സയ്ക്കായാണ് യാത്രയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 10 ദിവസം അമേരിക്കയിൽ തങ്ങും. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ സംസ്ഥാനത്തിന്റെ ഭരണ നിയന്ത്രണത്തിനായി മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഓൺലൈൻ വഴി മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കും. നമ്മുടെ മുഖ്യമന്ത്രി ഒരു മാൻഡ്രക്കാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിനോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.